ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും മുൻ ബോർഡ് അംഗം അജികുമാറിന്റെയും ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കാൻ പോവുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കും. ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷൻ നിലപാട് വളരെ നിർണായകമാകും. മനോജ് വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്നും ചേരുകയാണ്. മനോജ്, എപ്പോഴാണ് കോടതി നടപടികൾ ആരംഭിക്കുന്നത്? PS പ്രശാന്തിനും അജികുമാറിനും എന്തെങ്കിലും രക്ഷയുണ്ടോ? പ്രോസിക്യൂഷൻ എന്ത് നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത? ഗൗതം, ജൂലൈ 23-നാണ് ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗമായിരുന്ന അജികുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് ഇവരെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം രണ്ട് പ്രതികളും ജാമ്യാപേക്ഷയുമായി വിജിലൻസ് കോടതിയെ സമീപിച്ചു. ഈ ജാമ്യാപേക്ഷയാണ് വിജിലൻസ് കോടതി പരിഗണിക്കുന്നത്. ഈ പ്രതികൾ ജാമ്യാപേക്ഷയിൽ പറയുന്നത് ഇതിൽ ഗൂഢാലോചന നടന്നതിൻ്റെ ഒരു തെളിവുമില്ല. അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പപാളികൾ കൊണ്ടുപോകാനുള്ള തീരുമാനം തങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ബോർഡിൻ്റെ തീരുമാനമാണ്. അതേസമയം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായിരുന്ന പ്രതികൾക്കൊക്കെ 90 ദിവസം കഴിഞ്ഞ ശേഷമാണ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ ഇന്ന് പ്രോസിക്യൂഷൻ ഇതിൽ മറുപടി നൽകുമെന്നുള്ളതാണ്. എന്തായിരിക്കും പ്രോസിക്യൂഷൻ്റെ മറുപടി എന്നത് സ്വാഭാവികമായും പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്നുള്ള കാര്യം തന്നെയായിരിക്കും. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പക്കൽ ഇതിനു വേണ്ട തെളിവുകളുണ്ട്. അതൊക്കെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതി പ്രോസിക്യൂഷൻ്റെ മറുപടി കേട്ട ശേഷം, ഈ ഒബ്ജക്ഷൻ ഫയൽ ചെയ്ത ശേഷം ഇനി വരും ദിവസങ്ങളിലേക്കായിരിക്കും ഇതിൻ്റെ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുക. വിശദമായിട്ടുള്ള വാദം വരും ദിവസങ്ങളിലുണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ ജാമ്യാപേക്ഷകളിൽ വിധി പറയുക. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് 2019 നടന്ന ഈ കവർച്ചയ്ക്ക് പിന്നാലെ തന്നെ 2025 ഈ കവർച്ച മറച്ചു വെക്കാനൊരു ശ്രമം നടന്നു. അതിനുവേണ്ടിയാണ് ദ്വാരപാലക ശില്പപാളികളടക്കം ശബരിമലയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയതെന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട രേഖകളടക്കം പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷമാണ് ഇരുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും ഇതിൽ തുടർ നടപടികളൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾ പറയുന്നത്. പക്ഷേ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്നതാണ് SITയുടെ വിശദീകരണം. എന്തായാലും കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഈ 2025 പല ബോർഡ് അംഗങ്ങളും SITയുടെ നിരീക്ഷണത്തിലാണ്. എന്തായാലും നിലവിലിപ്പോൾ ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്ന PS പ്രശാന്തും അംഗമായിരുന്ന അജികുമാർ മാത്രമാണ് റിമാൻഡിൽ കഴിയുന്നത്. ഓക്കെ. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇന്നിപ്പോൾ അജികുമാറിന്റെയും PS പ്രശാന്തിന്റെയും ജാമ്യാപേക്ഷ കൊല്ലത്തെ വിജിലൻസ് കോടതി പരിഗണിക്കാൻ പോകുകയാണ്. M മനോജ് വിവരങ്ങൾ നൽകുകയായിരുന്നു.